ഇന്ത്യയിൽ ഭയപ്പെടുത്തുന്ന ഒട്ടനവധി കഥകളും ചരിത്രങ്ങളുമുള്ള നിരവധി ഇടങ്ങളുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമായ കുൽധാര എന്ന ഗ്രാമം. രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഈയൊരു ഇടം ഇന്ന് തീർത്തും വിജനമായി കിടക്കുന്ന ഒരു പ്രേത നഗരമാണ്. എങ്ങും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾ, വീടുകൾ, ക്ഷേത്രങ്ങൾ, വിജനമായി കിടക്കുന്ന വഴിയോരങ്ങൾ, ചുറ്റും നിശബ്ദത തളം കെട്ടിക്കിടക്കുന്ന ഇടങ്ങൾ. ക്ഷേത്രങ്ങളും വീടുകളും കച്ചവട ചന്തകളും സ്ഥാപനങ്ങളുമെല്ലാം നിലനിന്നിരുന്ന ഒരു ഗ്രാമം എന്നാൽ ഇപ്പോൾ തീർത്തും വിജനമായി ഒരു പ്രേത നഗരമായി മാറിയിരിക്കുന്നു. ശരിക്കും എന്താണ് കുൽധാരയ്ക്ക് സംഭവിച്ചത്? രാജസ്ഥാനിലെ ജയ്സാൽമീർ ജില്ലയിൽ നിന്നും 17 കിലോമീറ്റർ അകലെയാണ് ഈ കുൽധാര എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ ചോളിസ്ഥാൻ മരുഭൂമിയാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഈ ഗ്രാമം പുരാതന വാസ്തുവിദ്യയുടെ മികവ് തെളിയിക്കുന്ന ഒരു ഇടം കൂടിയാണ്. ഒരു കാലത്ത് വളരെ സമ്പന്നതയിൽ നിലനിന്നിരുന്ന ഈ ഒരു ഗ്രാമത്തിന്റെ പിന്നിലെ ചരിത്രം ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്നതുമാണ്. 13-ാം നൂറ്റാണ്ടിൽ പാലി ദേശത്തു നിന്നും കുൽധാരയിലേക്ക് കുടിയേറി പാർത്ത പാലിവാൾ ബ്രാഹ്മണരായിരുന്നു ഈ ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്നത്. കൃഷിയും കച്ചവടവും ജ്യോതിഷവുമായിരുന്നു അവരുടെ പ്രധാന തൊഴിലുകൾ. അങ്ങനെ അവർ അവരുടേതായ ലോകത്ത് കഴിഞ്ഞു പോകവേ 19-ാം നൂറ്റാണ്ടിൽ ഒരു രാത്രിയിൽ ഗ്രാമവാസികൾ തങ്ങളുടെ നാടും വീടും വസ്തുക്കളുമെല്ലാം ഉപേക്ഷിച്ച് നാടുവിട്ടു പോകുകയായിരുന്നു. 18.25 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഗ്രാമത്തിൽ ഇന്ന് മനുഷ്യരാരുമില്ലെങ്കിലും പലിവാൾ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച 500ഓളം വീടുകളും ക്ഷേത്രങ്ങളും മണ്ഡപങ്ങളുമെല്ലാം ഇന്നും നമുക്കിവിടെ കാണാനാകും. ഈ ഒരു ഗ്രാമം ഇങ്ങനെ ഉപേക്ഷിച്ചു പോകാനുള്ള യഥാർത്ഥ കാരണം അജ്ഞാതമാണെങ്കിലും ഇതിനെ ചുറ്റിപ്പറ്റി നിരവധി കഥകളും പ്രചാരത്തിലുണ്ട്. 19-ാം നൂറ്റാണ്ടോടുകൂടി ഈ ഗ്രാമം തീർത്തും ഒരു മരുഭൂമി പോലെയായി മാറുകയുണ്ടായി. അതായത് ഗ്രാമത്തിലെ മിക്ക കിണറുകളും വറ്റിവരണ്ടു. അങ്ങനെ ജലത്തിന്റെ ലഭ്യതക്കുറവും അതോടൊപ്പം തന്നെ ജയ്സാൽമീർ ദിവാനായിരുന്ന സലീം സിംഗിന്റെ ആക്രമണവും കാരണമാണ് ഗ്രാമവാസികൾ ഈ ഒരു ഗ്രാമം ഉപേക്ഷിച്ചു പോയതെന്നുമാണ് കഥ. ഇനി മറ്റൊരു കഥ എന്തെന്നാൽ ദിവാനായിരുന്ന സലീം സിംഗിന് നികുതി നൽകിയാണ് പൽവാൾ ബ്രാഹ്മണരിവിടെ താമസിച്ചു പോന്നിരുന്നത്. അങ്ങനെയിരിക്കെ ഒരിക്കൽ നികുതി പിരിക്കാനായി എത്തിയ സലീം സിംഗ് സുന്ദരിയായ ഒരു പെൺകുട്ടി വെള്ളം കോരുന്നത് കാണാനിടയായി. 50 കഴിഞ്ഞ സലീം സിംഗിന് 17-കാരിയായ ആ പെൺകുട്ടിയോട് അതിയായ ആഗ്രഹം ഉടലെടുത്തു. അവൾ ഗ്രാമത്തലവന്റെ മകളാണെന്നറിഞ്ഞതോടെ ഗ്രാമത്തലവനെ നേരിട്ട് കണ്ട് മകളെ തനിക്ക് വിവാഹം കഴിച്ചു നൽകണമെന്നും സലീം ആവശ്യപ്പെട്ടു. എന്നാൽ വിവാഹിതനായ സലീമിന് തന്റെ ഈ മകളെ വിവാഹം ചെയ്തു നൽകാൻ ഗ്രാമത്തലവൻ ഒരുക്കമല്ലായിരുന്നു. ഇതറിഞ്ഞ സലീം കുപിതനായി. അവളെ തനിക്ക് നൽകണമെന്നും ഇല്ലെങ്കിൽ ഗ്രാമത്തിലെ എല്ലാവരും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്നും അയാൾ താക്കീതു നൽകി. എന്നാൽ ക്രൂരനായ സലീമിന് ഗ്രാമത്തലവന്റെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ആരും ഒരുക്കമല്ലായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടിക്ക് വേണ്ടി സ്വന്തം നാടും വീടും ഉപേക്ഷിച്ചു പോകാൻ ഗ്രാമവാസികൾ തീരുമാനിക്കുകയായിരുന്നു. കയ്യിൽ കിട്ടിയ വസ്തുക്കളെടുത്ത് ഒറ്റ രാത്രി കൊണ്ട് അവർ എങ്ങോട്ടോ പോയി മറഞ്ഞു. പോകുന്നതിനു മുൻപായി ആ ഗ്രാമത്തെ അവർ ശപിക്കുകയും ചെയ്തു. കുൽധാര എന്നേക്കുമായി വിജനമായി തുടരണമെന്നും പുനരധിവസിക്കാൻ ശ്രമിക്കുന്ന ആർക്കും സമാധാനമുണ്ടാകില്ലെന്നുമായിരുന്നു ആ ശാപം. ഈ ശാപത്തിന്റെ ബാക്കി പത്രമെന്ന നിലയിൽ പിന്നീട് ആരും അവിടേക്ക് വന്നതുമില്ല. അതോടെ അതൊരു ശപിക്കപ്പെട്ട ഗ്രാമമായി മാറുകയായിരുന്നു. ഇന്ന് ഗ്രാമത്തിലെ വീടുകളെല്ലാം തന്നെ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണെങ്കിലും പലതും പുനർനിർമ്മിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജസ്ഥാൻ സർക്കാർ. ഭാഗികമായി തകർന്ന പല വീടുകളിലെയും ചുമരുകളിലെ വാസ്തുവിദ്യകളും വളരെ ആകർഷണീയമാണ്. തനതായ രാജസ്ഥാൻ ശൈലിയിലാണ് വീടുകളെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രാമത്തലവന്റെ വീടും ക്ഷേത്രങ്ങളുമെല്ലാം ഇന്നും അവിടെ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ നാടുപേക്ഷിച്ചു പോയ ആ ബ്രാഹ്മണർ എവിടേക്കാണ് പോയതെന്നത് ഇന്നും അജ്ഞാതമായി തന്നെ തുടരുന്നു. എന്തായാലും ഇരുട്ട് വീണു കഴിഞ്ഞാൽ ആളുകൾ ഇന്നും പോകാൻ ഭയക്കുന്ന ഇന്ത്യയിലെ ഒരു ഇടം കൂടിയാണ് കുൽധാര ഗ്രാമം.